കണ്ണൂരിൽ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവം സമഗ്രാന്വേഷണം വേണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ 7 മണിക്കൂറുകളോളം വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. മുടിക്കോട് മുതൽ പട്ടിക്കാട് വരെയാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത്. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമം തയ്യാറാക്കാൻ തദ്ദേശ വകുപ്പ് നടപടികൾ തുടങ്ങി. വളർത്തുനായ്ക്കളെ തെരുവിൽ ഉപേക്ഷിച്ചാൽ പിഴ ചുമത്തുന്നത് അടക്കമുള്ള നടപടികൾ സർക്കാരിന്റെ പരിഗണനയിൽ. കേച്ചേരിയിൽ സ്വകാര്യ ബസും KSRTC ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ഇരു ബസ്സുകളുടെ മുൻഭാഗം തകർന്നു. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് ഇന്ന് ഒറ്റയടിക്ക് കൂടിയത് 1200 രൂപ. ഒരു പവൻ സ്വർണത്തിന്റെ വില 76,960 രൂപ. ഗ്രാമിന് 9,620 രൂപ. ന്യൂനമർദ്ദം ദുർബലമായതോടെ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. സെപ്റ്റംബർ 2-ാം തീയതിയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദത്തിന് സാധ്യത. നമസ്കാരം. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിന് പിന്നിൽ അസ്വാഭാവികത ഉണ്ടോ എന്നത് അന്വേഷണത്തിന് വിധേയമാക്കണം. സംഭവം ദൗർഭാഗ്യകരമാണെന്നും MA ബേബി പറഞ്ഞു. രാഹുൽ മാങ്കുട്ടത്ത് വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം പ്രതികരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് പുലർച്ചെയാണ് കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിലുണ്ടായ വൻ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചത്. സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും അപായങ്ങൾ ഉണ്ടാവുകയും പരിക്കും മരണമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്, ദുഃഖകരമാണ്. ഒരു പടക്ക നിർമ്മാണ ഫാക്ടറിയിലോ മറ്റോ ആണ് സംഭവിച്ചതെന്നുള്ളതാണ്. അപ്പം പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇത്തരം കാര്യങ്ങളിൽ അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പോലീസാണ് കേരളത്തിൽ ഇക്കാലത്തും ഉള്ളത്. മണ്ണുത്തി പാലക്കാട് ദേശീയപാത 7 മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. പുലർച്ചെ 4 മുതലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. മുടിക്കോട് മുതൽ പട്ടിക്കാട് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുടിക്കോട് സർവീസ് റോഡ് തകർന്നതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. പോലീസും നാട്ടുകാരും മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ഗതാഗതക്കുരുക്കിന് അയവ് വന്നത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. സ്വകാര്യ ബസ്സുകൾ PG മലയോര പാത വഴിയാണ് മണ്ണുത്തിയിലെത്തിയത്. അതേസമയം മുടിക്കോട്, കല്ലിടുക്ക്, വാണിയമ്പാറ എന്നിവിടങ്ങളിലെ അടിപ്പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡുകൾ ടാർ ചെയ്യാത്തത് മൂലമുള്ള ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി J കോടംകണ്ടത്ത് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമം തയ്യാറാക്കാൻ തദ്ദേശ വകുപ്പ് നടപടികൾ തുടങ്ങി. വളർത്തുനായ്ക്കളെ തെരുവിൽ ഉപേക്ഷിച്ചാൽ പിഴ ചുമത്തുന്നത് അടക്കമുള്ള നടപടികൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര നിയമത്തിനുള്ളിൽ നിന്നുള്ള നിയമനിർമ്മാണത്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. ഇതിനായി ആദ്യം തദ്ദേശ വകുപ്പ് കരട് തയ്യാറാക്കും. പ്രായോഗിക നിർദ്ദേശങ്ങളടങ്ങുന്ന കരട് നിയമം നിയമവകുപ്പ് പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. വന്ധ്യംകരണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും തെരുവ് നായ്ക്കൾ വൻതോതിൽ പെരുകുന്നതിന് കാരണം വളർത്തുനായ്ക്കളെ ഉപേക്ഷിക്കുന്നതാണെന്നൊരു വിലയിരുത്തലുണ്ട്. വലിയ ഫാമുകളിലും നായ്ക്കളെ വളർത്തുന്നുണ്ട്. ഫാമുകളിലെ മാലിന്യം ഭക്ഷിച്ച് വളരുന്ന ഇവ തെരുവുകളിൽ അലയുന്നത് വൻ ഭീഷണിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളർത്തുനായ്ക്കളെ തെരുവിൽ തള്ളുന്നത് തടയാൻ കർശന നടപടികൾ ആലോചിക്കുന്നുണ്ട്. പിഴ ചുമത്താവുന്ന കുറ്റമായി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് കർശനമാക്കാനും ലൈസൻസ് നേടുന്ന ഉടമസ്ഥന്റെ ഉത്തരവാദിത്തങ്ങളും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യും. TCV ന്യൂസ്, തൃശൂർ. കേച്ചേരിയിൽ സ്വകാര്യ ബസും KSRTC ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മേഖലയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കേച്ചേരി തുവാനൂർ പാലത്തിന് സമീപം അപകടമുണ്ടായത്. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസും കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന വിനോദ് എന്ന സ്വകാര്യ ബസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇരു ബസ്സുകളിലായി ഉണ്ടായിരുന്ന 15ഓളം യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ 1 മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ഇരു ബസ്സുകളുടെ മുൻഭാഗം തകർന്നു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ.
പവന് ഇന്ന് ഒറ്റടിക്ക് 1200 രൂപ കൂടി 76,960 രൂപയാണ് ഒരു പവന്റെ വില. ഗ്രാമിന് 150 രൂപ ഉയർന്ന് 9,620 രൂപയായി. 1 ഗ്രാം സ്വർണം വാങ്ങുന്നതിന് പണിക്കൂലിയും GSTയും ഹോൾമാർക്ക് ഫീസുമെല്ലാം സഹിതം 10,400 രൂപയോളം വേണ്ടിവരും. ഒരു പവൻ ആഭരണത്തിന് 83,245 രൂപ നൽകണം. ആഭരണത്തിന് ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിൽ മാറ്റം വരാം. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. മുൻകരുതലിന്റെ ഭാഗമായി 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഉയർന്ന തിരമാല സാധ്യത കണക്കിലെടുത്ത് ഇന്നും കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു. ന്യൂനമർദ്ദം ദുർബലമായതോടെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇടവിട്ടുള്ള മഴയ്ക്ക് സാധ്യതയാണ് നിലനിൽക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബർ 2-ാം തീയതിയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയുണ്ട്. നിലവിലെ സൂചന പ്രകാരം ആദ്യ ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിലാണ് മഴ പ്രതീക്ഷിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പൊതുവെയും മഴ ലഭിച്ചേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സുരേഷ് ഗോപി MP സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് PDP ജില്ലാ കമ്മിറ്റി MPയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കള്ളവോട്ടും തെരഞ്ഞെടുപ്പ് ക്രമക്കേടും നടത്തിയാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. PDP വൈസ് ചെയർമാൻ വർക്കല രാജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നൌഷാദ് കക്കാട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ മൈലക്കാട് മജീദ്, ചേർപ്പ് കേന്ദ്ര കമ്മിറ്റി അംഗം TA മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് ഗോപി PDP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ചെറുതുരുത്തി നെടുമ്പുരയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മുച്ചക്ര സ്കൂട്ടർ കത്തി. ഭിന്നശേഷിക്കാരനായ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പൈങ്കുളം ആലുംകുന്നിന് സമീപം താമസിക്കുന്ന പള്ളത്തി വീട്ടിൽ പരീതും സഹോദരി സഫിയും മുച്ചക്ര വാഹനത്തിൽ പോകുന്നതിനിടെയായിരുന്നു സംഭവം. പുക ഉയരുന്നത് കണ്ട സഹോദരി വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും ഉടൻ തന്നെ പരീതിനെ താഴേക്ക് ഇറക്കുകയുമായിരുന്നു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം അവശനിലയിൽ കണ്ടെത്തിയ വയോധികൻ മരിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു മരണം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. എടക്കഴിയൂരിൽ മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. ഖാജ കമ്പനിക്ക് പടിഞ്ഞാറ് തയ്യിൽ കുഞ്ഞിമോൻ മകൻ 59 വയസ്സുള്ള നൂറുദ്ദീനാണ് മരിച്ചത്. ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. വള്ളം കരയ്ക്കടുപ്പിച്ച് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന്റെ TPR പരിശോധനയ്ക്കായി കിഫ്ബി അപ്രൈസൽ ടീം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് സെപ്റ്റംബർ പകുതിയോടെ അവലോകന യോഗം ചേരും. പ്രോജക്ട് മാനേജർ T രാജീവൻ, റിസോഴ്സ് പേഴ്സൺ K ഹൈദ്രു, പ്രോജക്ട് എഞ്ചിനീയർ KK സലീൽ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EI സജിത്ത് എന്നിവർ അടങ്ങുന്ന സംഘമാണ് ബൈപ്പാസിന്റെ അലൈൻമെന്റ് പരിശോധിച്ചത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഹൈവേ ഡിസൈൻ യൂണിറ്റ് തയ്യാറാക്കിയ 223 കോടി രൂപയുടെ DPR കിഫ്ബിയുടെ പരിഗണനയിലാണ്. ബൈപ്പാസിലെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് കേരയിൽ തയ്യാറാക്കിയ 27.6 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് റെയിൽവേയിൽ നിന്നും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്നും ധനാനുമതി ലഭിക്കുന്നതോടെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിക്കും. അലൈൻമെന്റ് പ്രദേശങ്ങളിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷം സെപ്റ്റംബർ പകുതിയോടെ ബൈപ്പാസ് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് അവലോകന യോഗം ചേരും. TCV ന്യൂസ്, വടക്കാഞ്ചേരി.
വടക്കാഞ്ചേരി വീരുപ്പാക്കയിലെ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മില്ലിലെ ജീവനക്കാർക്ക് ഓണത്തോടനുബന്ധിച്ച് 5000 രൂപ അഡ്വാൻസ് അനുവദിക്കും. ഇക്കാര്യത്തിൽ മാനേജ്മെന്റുമായി സംസാരിച്ച് ധാരണയായതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. സംസ്ഥാനത്തെ അടഞ്ഞുകിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് തൊഴിൽ വകുപ്പിൽ നിന്നുള്ള 2000 രൂപയുടെ ധനസഹായം കൂടി തൊഴിലാളികൾക്ക് ലഭിക്കും. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് പിന്തുണയുമായി എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഫ്രീഡം ലൈറ്റ് മാർച്ച് നടത്തി. മങ്ങാട് സെന്ററിൽ നിന്നും കുണ്ടന്നൂർ ചുങ്കം സെന്ററിലേക്ക് നടത്തിയ മാർച്ച് DCC വൈസ് പ്രസിഡന്റ് CEO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, ബ്ലോക്ക് ഭാരവാഹികളായ MK ജോസ്, NK കബീർ, MM സലീം തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഓണവിശേഷങ്ങളുമായി ഓണം പൊന്നോണം. ഓണാഘോഷത്തിനായി മറുനാടൻ പൂക്കൾ എത്ര വന്നാലും നാട്ടിൻപുറങ്ങളിൽ മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഇപ്പോഴും കൃഷ്ണഗിരിയുടെ പൂക്കൾ തന്നെ വേണം. തിരുവോണമുറ്റത്ത് പ്രതിഷ്ഠിക്കുന്ന തൃക്കാക്കരയപ്പന്റെ നെറുകയിൽ ചൂടുന്നതിനാണ് ഈ പൂക്കൾ ഉപയോഗിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഗ്രാമീണ വിപണിക്ക് മറുനാടൻ പൂക്കൾ അന്യമായിരുന്ന കാലത്ത് കൃഷ്ണഗിരിയുടെ പൂക്കളായിരുന്നു ഓണം കൊള്ളാൻ ഉപയോഗിച്ചിരുന്നത്. മുറ്റത്തെ മൺതറയിൽ മരം കൊണ്ടൊരുക്കുന്ന പീഠത്തിൽ കളിമണ്ണിൽ നിർമ്മിച്ച തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് അരിമാവ് കൊണ്ട് കളമെഴുതി ആർപ്പുവിളികളോടെ മാവേലിയെ വരവേൽക്കുന്നതിനെയാണ് ഓണം കൊള്ളൽ എന്ന് വിളിച്ചിരുന്നത്. ഓണം കൊള്ളുമ്പോൾ തൃക്കാക്കരയപ്പന്റെ നെറുകയിൽ ചാർത്തുന്നത് കൃഷ്ണഗിരിയുടെ പൂവാണ്. ചെണ്ടുമല്ലിയും അരളിയും വാടാർമല്ലിയും ഒക്കെ യഥേഷ്ടം ലഭ്യമാണെങ്കിലും ഇപ്പോഴും നാട്ടിൻപുറങ്ങളിൽ തൃക്കാക്കരയപ്പനെ കൃഷ്ണകിരീടം ചൂടിക്കുന്നവരുണ്ട്. കാലം മാറിയതോടെ കൃഷ്ണകിരീടങ്ങൾ ഗ്രാമങ്ങളിൽ അപൂർവ കാഴ്ചയായി മാറി. കടും ചുവപ്പു നിറത്തിൽ പിരമിഡാകൃതിയിലുള്ള ഈ ഇനം പൂക്കൾ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണെങ്കിലും ഇന്നും നാട്ടുവഴിയോരങ്ങളിലുണ്ട്. ഹനുമാൻ കിരീടമെന്നും 6 മാസം പൂവ് എന്നും ചിലയിടങ്ങളിൽ ഇതിനു പേരുണ്ട്. തൃശൂരിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ പെരു എന്നും വിളിക്കുന്നു. കൃഷ്ണകിരീട പൂക്കൾ വിടർന്നാൽ ചിത്രശലഭങ്ങൾ കൂട്ടത്തോടെ എത്തും. വിടർന്നു കഴിഞ്ഞാൽ മാസങ്ങളോളം വാടാതെ നിൽക്കുമെന്ന പ്രത്യേകതയും ഈ പൂവിനുണ്ട്. കൾച്ചറൽ ഡെസ്ക് TCV. ഓണസദ്യയിലെ വേറിട്ട രുചി വൈവിധ്യമാണ് കായവറവ്. സ്വർണ്ണ നിറത്തിലുള്ള കായവറവ് ഇല്ലാതെ ഒരു സദ്യയും പൂർണ്ണമാവുകയില്ല. ഓണാഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സമൃദ്ധിയുടെ ഓണസദ്യയും അതിലെ വൈവിധ്യവും തന്നെയാണ്. വ്യത്യസ്തങ്ങളായ വിഭവങ്ങളുമായി ഓണസദ്യ വിളമ്പുമ്പോൾ വാഴയിലയിൽ ആദ്യം സ്ഥാനം പിടിക്കുന്നത് കായവറവാണ്. സ്വർണ്ണവർണ്ണ നിറമുള്ള കായവറവില്ലാതെ മലയാളികളുടെ ഓണാഘോഷം പൂർണ്ണമാകാറില്ല. പഴുത്തതും പഴുക്കാത്തതുമായ കായ, അതാണ് കായവറവിന് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ അങ്ങനെ വറുത്തുകോരുമ്പോൾ കായവറവിൻ്റെ ആ മണവും രുചിയും അതൊന്ന് വേറെ തന്നെയാണ്. വിപണിയിൽ പലതരത്തിലുള്ള ചിപ്സുകൾ ലഭ്യമാണെങ്കിലും ഓണസദ്യയിലെ കായവറവിൻ്റെ പ്രാധാന്യം അതൊന്ന് വേറെ തന്നെയാണ്. സാധാരണ ഓണ ദിവസങ്ങൾ അടുക്കുമ്പോൾ കായവറവിൻ്റെ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. സാധാരണ കൂടുക തന്നെയാണ് കായവറവിൻ്റെ വില ഉണ്ടാകാറുള്ളത്. അപ്പം എങ്ങനെയാണ് ഇത്തവണ വിപണിയിൽ കായവറവിൻ്റെ വില എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ തൊഴിലാളികളോട് തന്നെ ചോദിച്ചറിയാം. കായവറവിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിലയിൽ. അതിപ്പോൾ ഇപ്രാവശ്യം 600 രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഇരട്ടിയാണ്. ഇനിയിപ്പോൾ ഓണം അടുക്കും തോറും വീണ്ടും വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടോ? നമ്മളിപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇതിൽ തന്നെ നിൽക്കുന്നത്. സാധാ വറവുണ്ട്, 4 വറവുണ്ട്. രണ്ടിനും ഒരേ വില തന്നെയാണ്. എങ്ങനെയാണ് നിലവിലെ കച്ചവടം? പോണ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ കച്ചവടം എങ്ങനെയാണ്? കുഴപ്പമില്ല, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്.
അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ വില ഇത്തവണ വർദ്ധിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ 600 രൂപയിൽ എത്തി നിൽക്കുകയാണ് കായവറവിൻ്റെ വില. ഏതായാലും വിപണി കായവറവ് കൈയടക്കിയെങ്കിലും സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അമ്മമാരും അമ്മാമ്മമാരും ഉണ്ടാക്കുന്ന ആ കായവറവിൻ്റെ രുചി തന്നെയാണ് നമ്മുടെ ഓർമ്മയുടെ ഓണങ്ങളിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത്. ഓണ സദ്യയിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ കായവറവിൻ്റെ രുചിയും മണവും ഇല്ലാതെ, ഒരു പിടി കായ വറുത്തതില്ലാതെ നമ്മുടെ മലയാളികളുടെ ഒരു ഓണാഘോഷവും പൂർണ്ണമാകാറില്ല. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം ലിറ്റി ജെയ്സൺ, TCV ന്യൂസ്. KPCCയുടെ ആഹ്വാനം പ്രകാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഗൃഹസമ്പർക്ക പരിപാടി ആരംഭിച്ചു. പാട്ടുരായ്ക്കൽ ഡിവിഷനിൽ നടന്ന ഗൃഹസമ്പർക്ക പരിപാടിക്ക് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ, ഡിവിഷൻ പ്രസിഡന്റ് വി ജയപ്രകാശ്, മുൻ കൌൺസിലർ മിനി, ഷിജോ, വിനീത് വിജയൻ, CJ അക്ബർ ഷാ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേർപ്പ് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച LED മിനി മാസ്റ്റ് ലൈറ്റുകൾ CC മുകുന്ദൻ MLA നാടിന് സമർപ്പിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 12 ലൈറ്റുകളാണ് സ്ഥാപിച്ചത്. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, പഞ്ചായത്ത് അംഗങ്ങളായ ജയ, നസീജ മുത്തലിഫ്, കൃഷ്ണകുമാർ, KB പ്രജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫൺ വിത്ത് മാവേലി നോം എത്തിയിരിക്കുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി. 15 കൊല്ലമായി നമ്പൂരിച്ച ഒരു സർവീസിലിരിക്കാൻ തുടങ്ങിയിട്ട് പ്രീതി എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത്? ഒന്നാവുക ചെയ്ത് 3 കുട്ടികളുടെ അത്രേ ഉള്ളൂ. അത്തം മുതൽ ഉത്രാടം വരെ രാത്രി 7:30, പുനഃസംരക്ഷണം രാത്രി 10:30, ഉച്ചയ്ക്ക് 12 മണിക്കും. മനസ്സാകി നിലാവ് ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണി ചന്ദനപ്പൂമയിലേ. തെയ്താരോ തെയ്യം താരാ. ഫൺ വിത്ത് മാവേലി നിങ്ങൾക്കായി സമർപ്പിച്ചത് മണിക ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. സംസ്ഥാന ദേശീയ തലങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തത്വമസി അവാർഡ് ജേതാവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയുമായ KA ദർശിനി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് RH ഹാരിസ് അധ്യക്ഷത വഹിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, വെങ്കിടങ്ങ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AD അബ്ദുൾ, പഞ്ചായത്ത് അംഗങ്ങളായ അഷ്റഫ് തങ്ങൾ, വാസതി ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവന്റെ സഹകരണത്തോടെ KLG ഗ്രൂപ്പുകൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. മനക്കുളങ്ങര വാർഡിലെ വേദി
ഹരിത, തൃപ്തി, ദേവാങ്കണം, പവിഴം എന്നീ ഗ്രൂപ്പുകളാണ് പങ്കാളികളായത്. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ ജെ നയനതാര സംസാരിച്ചു. വരവൂർ പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കൂർക്ക വിളവെടുപ്പ് തുടങ്ങി. വരവൂർ ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൂർക്കയ്ക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശത്തും വൻ ഡിമാൻഡാണ്. മണ്ണിന്റെ സവിശേഷതയും ജൈവ കൃഷി രീതിയുമാണ് വരവൂരിന്റെ കൂർക്കയ്ക്ക് ആവശ്യക്കാർ കൂടുന്നത്. വരവൂരിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളും വ്യക്തികളും ഏക്കർ കണക്കിന് സ്ഥലത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. 10 ഏക്കറിൽ വരെ കൃഷി ചെയ്ത കർഷകരുമുണ്ട്. സ്വന്തം സ്ഥലത്തും പാട്ടത്തിനെടുത്തുമാണ് കൃഷി ചെയ്യുന്നത്. സീസണിൽ ദിവസവും 5 മുതൽ 10 ലോഡ് വരെ കയറ്റുമതിയുണ്ട്. കൂർക്ക കിലോഗ്രാമിന് ഇപ്പോൾ 130 മുതൽ 150 വരെ വിലയുണ്ട്. കൂർക്ക കട്ട്ലറ്റുകളും കൂർക്ക പപ്സുമൊക്കെ മെട്രോ നഗരങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിലെ ചൂടേറിയ വിഭവങ്ങളാണ്. 1 ഏക്കറിൽ നിന്നും കൃഷി ചെലവ് കഴിഞ്ഞ് 500,000 രൂപ വരെ കർഷകന് ലഭിക്കും. നല്ല വിലയുള്ള സീസണിൽ ഇത് 1,00,000 രൂപ വരെയാകും. കൂർക്ക കൃഷിയുടെ പ്രോത്സാഹനത്തിനും കൂർക്ക കൊണ്ടുള്ള വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി വരവൂർ പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി ഓണനാളുകളിൽ 3 ദിവസത്തെ കൂർക്കച്ചന്തയും നടത്താറുണ്ട്. TCV എരുമപ്പെട്ടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയായ സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതിയുടെ ശിലാസ്ഥാപനം എടക്കഴിയൂരിൽ നടന്നു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും മത്സ്യത്തൊഴിലാളികൾക്ക് ജീവനോപാധികൾ വിതരണം ചെയ്യുന്നതിനുമുള്ള പദ്ധതികളാണ് മത്സ്യഗ്രാമത്തിൽ നടപ്പിലാക്കുന്നത്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹ്റ ബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിഹാബ്, വാർഡ് മെമ്പർ MK ആറാഫത്ത്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാർ മുഖേനയാണ് അതിന്റെ സംവിധാനം ചെയ്യുന്നത്. പെരിഞ്ഞനത്ത് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. പഞ്ചാര വളവ് ദേശീയപാത മേൽപ്പാലത്തിനടിയിൽ നിന്നാണ് 60 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള പരിശോധനയിലാണ് കൊടുങ്ങല്ലൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപും സംഘവും കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. KPCCയുടെ നിർദ്ദേശമനുസരിച്ച് വാർഡ് തല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഗൃഹസമ്പർക്ക പരിപാടിയുടെ മറ്റത്തൂർ മണ്ഡലം തല ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ നിർവഹിച്ചു. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, ബ്ലോക്ക് സെക്രട്ടറി KA ഹനീഫ, ജെയ്നി, സിജോ, തങ്കമണി, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര GHSSൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. PTA പ്രസിഡന്റ് സുനിത ജയരാജ് വാർഡ് അംഗം ആന്റോ തൊറയന് നൽകി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഇൻചാർജ് CN ആശ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സ്മിത കുമാർ, വോളണ്ടിയർ അമൃത തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വെസ്റ്റ് ഫോർട്ട് NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഓണാഘോഷം നടത്തി. ഘോഷയാത്രയോടുകൂടിയാണ് ഓണാഘോഷം നടത്തിയത്. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ജീവനക്കാർ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും ആഘോഷ പരിപാടിക്ക് മാറ്റുകൂട്ടി. ഓണവുമായി ബന്ധപ്പെട്ട കഥ കുട്ടികൾ നൃത്തശില്പമായി അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിങ്ങങ്ങൾ വാർഡ് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ് പ്രസിഡന്റ് BV അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേന്ദ്രൻ നമ്പളൻ, ആശാ വർക്കർ ലൈല ബഷീർ, അംഗനവാടി പ്രവർത്തകരായ ലിസി ബാബു, സതീദേവി, ബിന്ദു സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു.
പൂർവ്വ വിദ്യാർത്ഥിയുടെ ഓണസമ്മാനവുമായി പഠിച്ച സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഓണക്കോടികൾ വിതരണം ചെയ്ത് ജീവകാരുണ്യ പ്രവർത്തക ഡോക്ടർ ഐശ്വര്യ സുരേഷ്. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ 5 മുതൽ 10 വരെയുള്ള മുഴുവൻ ക്ലാസുകളിലെയും കുട്ടികൾക്ക് ഓണക്കോടികൾ നൽകി സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗായകൻ VV പ്രസന്ന, ഇന്ത്യൻ മിലിറ്ററി കേണൽ രഞ്ജിത്ത്, സാമൂഹ്യ പ്രവർത്തകൻ പ്രദീപ് കണ്ണൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സുനിത ജോൺ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ CV മുഹമ്മദ് ബഷീർ, PTA പ്രസിഡന്റ് CR നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സെന്റ് ജോസഫ് CLP സ്കൂളിലെ കുട്ടികൾ ഈ വർഷത്തെ ഓണാഘോഷം തൃശൂർ മരിയാപുരം അഭയസദൻ വൃദ്ധസദനത്തിൽ ആഘോഷിച്ചു. അന്തേവാസികൾക്ക് ഓണപ്പുടവയും മധുരവും വിതരണം ചെയ്തു. ഡയറക്ടർ ബ്രദർ സണ്ണി കുട്ടികൾക്ക് ഓണസന്ദേശം നൽകി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് മേഴ്സി ആന്റണി, PTA പ്രസിഡന്റ് സുരേഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മരുതയൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക PS മീന അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ RK സൗദ, K ഷാനിബ, CJ ഷൈനി എന്നിവർ സംസാരിച്ചു. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക ആൻസി മാത്യു ഓണസന്ദേശം നൽകി. PTA പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് P പ്രീത, SMC ചെയർമാൻ KS സബീർ, MPTA പ്രസിഡന്റ് ചിത്രലേഖ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവർക്കും കൊടകര സമന്വയ സാംസ്കാരിക സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സമന്വയ സാംസ്കാരിക വേദി പ്രസിഡന്റ് TA രാജൻ ബാബു അധ്യക്ഷത വഹിച്ചു. സ്വാമി ഭദ്രാനന്ദ, രക്ഷാധികാരി P നാരായണൻകുട്ടി, വൈസ് പ്രസിഡന്റ് മോഹനൻ വടക്കേടത്ത്, സണ്ണി ഏറ്റുമാനൂക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വാട്സ്ആപ്പ് കൂട്ടായ്മയായ ഓൾ കേരള ഫെസ്റ്റിവൽ ഫാൻസ് കോർഡിനേഷന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച കൊടകരയിൽ നാദാർച്ചന സംഘടിപ്പിക്കുമെന്ന് കൂട്ടായ്മ പ്രതിനിധികൾ അറിയിച്ചു. വൈകുന്നേരം 5:30 മുതൽ 7:30 വരെ പുനലിൽക്കാവ് ക്ഷേത്രനടയിൽ നാദസ്വര വിദ്വാൻ ഒരുമനയൂർ പുരുഷോത്തമനും സംഘവും നാദാർച്ചന നടത്തും. ഇതോടനുബന്ധിച്ച് പഞ്ചവാദ്യ കലാകാരൻ തൃക്കൂർ രാജൻ മാരാർ, തകിൽ വിദ്വാൻ തയ്യൂർ സുബ്രൻ, നാദസ്വര കലാകാരൻ പന്നപ്പിള്ളി ഗോപി തുടങ്ങിയവരെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ TN ബിജു, രക്ഷാധികാരികളായ സദാശിവൻ, സുധാകരൻ കൊടകര, നാദസ്വര വിദ്വാൻ പുരുഷോത്തമൻ ഒരുമനയൂർ, പ്രതീഷ് മുരിയാട് എന്നിവർ പങ്കെടുത്തു. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസ് ISO സർട്ടിഫിക്കേഷൻ നേടി. സംസ്ഥാനത്ത് 3ാമത്തെയും
സംസ്ഥാനത്തെ മൂന്നാമത്തെയും ജില്ലയിൽ ആദ്യത്തെയും RTO ഓഫീസിന് ലഭിച്ച അംഗീകാരമാണിത്. സർട്ടിഫിക്കേഷൻ പ്രഖ്യാപനവും നവീകരിച്ച സബ് കളക്ടർ ചേംബറിന്റെ ഉദ്ഘാടനവും മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പി ബാലചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ V മേനോൻ എന്നിവർ പങ്കെടുത്തു. ഗുണമേന്മ സംവിധാനം ഉറപ്പുവരുത്തി ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുക എന്നതാണ് സർട്ടിഫിക്കേഷന്റെ ലക്ഷ്യം. ഫ്രണ്ട് ഓഫീസ് സൗകര്യം നവീകരിച്ചതോടൊപ്പം 3 മിനിറ്റിനകം ആവശ്യമായ ഫയലുകൾ കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ റെക്കോർഡ് റൂം ഒരുക്കിയിട്ടുണ്ട്. സർട്ടിഫിക്കേഷൻ കാലാവധി 3 വർഷമാണ്. സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേ 8 ലക്ഷം ഹെക്ടർ പിന്നിട്ടുവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി സർവേ ആരംഭിച്ച 529 വില്ലേജുകളിൽ 334 ഇടത്തും ഫീൽഡ് സർവേ പൂർത്തിയായി. കേരളത്തിൽ ആകെയുള്ളത് 35 ലക്ഷം ഹെക്ടർ ഭൂമിയാണ്. ഇതിൽ 7 ലക്ഷത്തോളം ഹെക്ടർ വനഭൂമി ഒഴിച്ചുള്ള 28 ലക്ഷം ഹെക്ടറിന്റെ 1/4 അളന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഡിജിറ്റൽ സർവേ പൂർണ്ണമാകുന്നതോടെ അതിർത്തി തർക്കങ്ങളില്ലാതെ അയൽബന്ധങ്ങൾ ഊഷ്മളമാക്കുന്ന കേരളം സൃഷ്ടിക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളെ ത്രിദിന ക്യാമ്പിന് തുടക്കമായി. എടത്തുരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം SI ജെയ്സൺ മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ KC പ്രകാശൻ, പ്രിൻസിപ്പാൾ PK ശ്രീജീഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. വലിയൊരു മഹത്തായ പാരമ്പര്യത്തിന്റെ ഭാഗമാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിനുവേണ്ടി നിങ്ങളെ വാർത്തെടുക്കുക എന്നുള്ളത്. ദേവിക KS, അനൽ, നിരാദ്, വരേണ്ടത് ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക്. നാട്ടിക മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനാവസ്ഥയിലും നിർമ്മാണ പ്രവർത്തിയിലെയും പോകലും പ്രതിഷേധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക MLAയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് MLA ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷനായി. ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സിജോ ജോർജ്, DCC വൈസ് പ്രസിഡന്റ് CEO ജേക്കബ്, DCC ജനറൽ സെക്രട്ടറി VR വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. ആഗോളതലത്തിലെ പ്രമുഖ ലേഡീസ് ഇന്നർവെയർ ബ്രാൻഡായ സിവാമയുടെ തൃശൂരിലെ ഔട്ട്ലെറ്റുകളിൽ ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് മികച്ച ഡിസ്കൗണ്ട് ഓഫറുകൾ. ഇന്നർവെയർ ഷോപ്പിംഗിൽ സ്ത്രീകൾക്ക് വിപ്ലവകരമായ അനുഭവങ്ങൾ സമ്മാനിച്ച ഇന്ത്യയിൽ നിന്നുള്ള ആഗോള മുൻനിര അടിവസ്ത്ര ബ്രാൻഡുകളിലൊന്നാണ് സിവാമെ. വസ്ത്രധാരണത്തിൽ സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന സിവാമെ അടിവസ്ത്ര നിർമ്മാണ ശ്രേണിയിൽ ചുരുങ്ങിയ കാലം കൊണ്ടാണ് സ്ത്രീ ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച് വിപണിയിൽ മുൻനിര ഇന്നർവെയർ ബ്രാൻഡായി മാറിയത്. ബൈ വൺ ഗെറ്റ് വൺ പോലെ ഓരോ പർച്ചേസിനും ഉപഭോക്താക്കൾക്ക് ആകർഷകങ്ങളായ ഓഫറുകൾ എല്ലായ്പ്പോഴും സമ്മാനിക്കുന്ന സിവാമെ ഈ ഓണത്തിന് 60% വരെ ഡിസ്കൗണ്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ലോങ് വെയറുകൾ, ഷേപ്പ് വെയറുകൾ, വയേർഡ്, നോൺ വയേർഡ് തുടങ്ങി വിവിധതരം ലേഡീസ് ഇന്നർവെയറുകൾ മികച്ച ഓഫറുകളിലൂടെ സ്വന്തമാക്കാനുള്ള അവസരമാണ് സിവാമയുടെ തൃശ്ശൂരിലെ ഔട്ട്ലെറ്റുകളിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. റിലയൻസ് ഗ്രൂപ്പിന്റെ മറ്റൊരു സംരംഭമായ സിവാമയുടെ തൃശ്ശൂർ കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിലെ 2ാം നിലയിൽ പ്രവർത്തിക്കുന്നതും പുഴയ്ക്കൽ ശോഭ സിറ്റി മാളിലെയും സിവാമയുടെ ഔട്ട്ലെറ്റുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9620 രൂപ, പവന് 76,960 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂരിൽ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവം സമഗ്ര അന്വേഷണം വേണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ 7 മണിക്കൂറോളം വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. മുടിക്കോട് മുതൽ പട്ടിക്കാട് വരെയാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത്. അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി. സംസ്ഥാനത്ത് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമം തയ്യാറാക്കാൻ തദ്ദേശ വകുപ്പ് നടപടികൾ തുടങ്ങി. വളർത്തുനായ്ക്കളെ തെരുവിൽ ഉപേക്ഷിച്ചാൽ പിഴ ചുമത്തുന്നത് അടക്കമുള്ള നടപടികൾ സർക്കാരിന്റെ പരിഗണനയിൽ. കേച്ചേരിയിൽ സ്വകാര്യ ബസും KSRTC ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് 2 ബസ്സുകളുടെ മുൻഭാഗം തകർന്നു. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് ഇന്ന് ഒറ്റയടിക്ക് കൂടിയത് 1200 രൂപ. ഒരു പവൻ സ്വർണത്തിന്റെ വില 76,960 രൂപ. ഗ്രാമിന് 9,620 രൂപ. ന്യൂനമർദ്ദം ദുർബലമായതോടെ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു. സെപ്റ്റംബർ 2-ാം തീയതിയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദത്തിന് സാധ്യത. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.